നിയമസഭ കലാപ കലുഷിതമാണ്. ഭരണപക്ഷത്തെ തലങ്ങും വിലങ്ങും എടുത്തിട്ടടിക്കുകയാണ് പ്രതിപക്ഷം. വി.ഡി. സതീശനൊക്കെ സഭയിൽ നിന്ന് കത്തിക്കയറുമ്പോൾ പിണറായി വിജയൻ സഭയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുകയാണ്. കെ രമയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ഒളിച്ചിരിക്കുകയാണ് പിണറായി. ഇതുപോലൊരു മുഖ്യമന്ത്രിയെ ഇതുവരെ കേരളം കണ്ടിട്ടുണ്ടാകില്ല. നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സഭയിൽ മുഖ്യമന്ത്രി ഉണ്ടാകില്ല. പകരം മറ്റു മന്ത്രിമാരെ ആ ദൗത്യം ഏൽപ്പിച്ച് പിണറായി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഇതിനെതിരെ ശക്തമായ രീതിയിലാണ് പ്രതിപക്ഷം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിക്ക് പകരം ചാവേറായത് വീണ ജോർജാണ്. വീണ ജോർജിനെതിരെ കത്തിക്കയറി വി.ഡി. സതീശൻ. വീണ ജോർജിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തിട്ട് തല്ലി എന്ന് വേണം പറയാൻ. ഇതിൽ കൂടുതൽ അടിയൊന്നും ഇനി വീണ ജോർജിന് കിട്ടാനില്ല. ഇപ്പോഴാണ് പ്രതിപക്ഷമായത്. വാ തുറന്ന് രണ്ടക്ഷരമെങ്കിലും പിണറായിക്ക് നേരെ പറയുന്നുണ്ടല്ലോ. വി.ഡി. സതീശനൊക്കെ ഇപ്പോഴാണ് ബോധോദയം വന്നത് പിണറായിയെ ഒന്ന് നന്നാക്കണമെന്ന്. നന്നാക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ എന്നറിയില്ല. കാരണം കതിരിന്മേൽ വളം വയ്ക്കൽ മാത്രമാണ് ഇത്. 8 വർഷമായി പിണറായി സർക്കാരാണ് ഭരണത്തിൽ. പക്ഷേ പ്രതിപക്ഷം ഉറങ്ങുകയായിരുന്നു ആ സമയത്തെല്ലാം. ഇപ്പോൾ 2 വർഷം ബാക്കി നിൽക്കെയാണ് പ്രതിപക്ഷത്തിന് ഊർജം വന്നിരിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യം കൂടിയെന്ന് പിണറായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തോട് സംസാരിക്കുമ്പോൾ 10 തവണ ആലോചിച്ചിട്ട് വേണം ഒരു മറുപടി പറയാനെന്നാണ് പിണറായി അണികൾക്കും നേതാക്കൾക്കും ഒക്കെ മറുപടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ നിയമസഭയിൽ വരുന്നില്ല. പകരം ഇനി ആരെ കൊണ്ട് നിർത്താനാണോ നിയമസഭയിൽ? ക്യാപ്റ്റനാണ്, കപ്പിത്താനാണ്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ. പക്ഷേ കപ്പിത്താൻ നിയമസഭയിലെ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയാണ് സാർ. വീണ ജോർജിന്റെ ഒക്കെ ഒരു ഗതികേട് നോക്കണം. കപ്പിത്താനെ താങ്ങി നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അടിയെല്ലാം ഇരന്ന് വാങ്ങി അതേ നിൽപ്പ് അവിടെ നിൽക്കും. ഈ നിന്ന് തല്ലുകൊള്ളുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് അക്ഷരാർത്ഥത്തിൽ വീണ ജോർജിന്റെ ഇന്നത്തെ അവസ്ഥ. സത്യത്തിൽ വീണ ജോർജിന് ഇത് കിട്ടണം. കാരണം സ്വന്തം വകുപ്പുകളിൽ ഒന്നും ചെയ്യാത്ത, കഴിവുകെട്ട, ഒരു കഴിവുമില്ലാത്ത ഒരു മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വീണ ജോർജ് മാത്രമാണ്. ആരോഗ്യ വകുപ്പും സ്ത്രീകളുടെ ഉന്നമനവും ശിശു സംരക്ഷണ വകുപ്പും ഒക്കെ കയ്യിലാണ്. പക്ഷേ ഒരു പ്രയോജനവും ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ വകുപ്പ് കൊണ്ടോ വകുപ്പ് മന്ത്രിയെ കൊണ്ടോ ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു പിണറായി വിജയൻ ഉള്ളത് ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പരെ അടിയറവ് പറയുന്നത് കെ രമയുടെ മുന്നിൽ മാത്രമാണ്. നിന്ന് തല്ലുകൊള്ളും കെ രമയുടെ. ആ അടി പേടിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തര പ്രമേയത്തിന്റെ മറുപടിക്ക് സഭയിൽ ഉണ്ടാകാതെ നിയമസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സഭയിലോട്ട് വന്നില്ല. പകരം അദ്ദേഹം മുറിക്കുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനൊന്നും വിടാൻ പ്രതിപക്ഷം ഒരുക്കമായിരുന്നില്ല. വി.ഡി. സതീശൻ എഴുന്നേറ്റ് നിന്ന് കത്തിക്കയറി. വി.ഡി. സതീശന്റെ ഓരോ വാക്കും പിണറായി വിജയനും വീണ ജോർജിനും ഇട്ടുള്ള പൊരിഞ്ഞ അടിയായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സഭയിൽ പറഞ്ഞു. ഇത് ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന് പറയുന്ന പിണറായി സർക്കാരിനിട്ടുള്ള ആദ്യത്തെ അടിയായിരുന്നു. പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം പ്രതികളാകുന്നത് CPM നേതാക്കളും പാർട്ടി ബന്ധുക്കളുമാണ്. രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നും 51 വെട്ടുവെട്ടി TPയെ കൊന്നിട്ടും വാശി തീരാതെ കെ രമയെ CPM സമൂഹ മാധ്യമങ്ങളിലൂടെ കൊന്നുകൊണ്ടിരിക്കുന്നുവെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കാപ്പ കേസിൽ ഉൾപ്പെട്ട ക്രിമിനലിനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് പഠിപ്പിക്കുന്നതെന്നും വി.ഡി. സതീശൻ വീണ ജോർജിന് മുഖമടച്ചൊന്നാണ് കൊടുത്തത്. അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങി പോകുകയായിരുന്നു. അങ്ങനെ പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി മുന്നോട്ട് തന്നെ വരികയാണ്. ഇതോടെ പിണറായി വിജയന് നിയമസഭയിൽ പോലും കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം നിങ്ങൾ കേൾക്കണം. കാരണം പിണറായിക്കും ഈ സർക്കാരിനും മന്ത്രിമാർക്കും ഒക്കെ ഇട്ടുള്ള കൊട്ട് അതിലുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് കെ രമ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു നിലപാട് നമുക്കെല്ലാവർക്കും ആവശ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം. നമ്മുടെ മക്കളെ പോലെയും കുടുംബാംഗങ്ങളെ പോലെയും അവരെ കാണാനാകണം.
അരൂരിൽ 19 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിച്ചില്ല. പ്രതികളുടെ ഭാഗത്തു നിന്നും കുടുംബത്തിന് ഉൾപ്പെടെ ഭീഷണിയുണ്ടെന്നും സഹായിക്കണമെന്നുമായിരുന്നു പരാതി. പരാതി നൽകി 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു അന്വേഷണവും ഉണ്ടായില്ല. 19 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി നേരിട്ട് പോയി പരാതി നൽകിയിട്ടും അന്വേഷിക്കാൻ തയ്യാറാകാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചു പൂട്ടണം. ആരെ സംരക്ഷിക്കാനാണ് നിങ്ങളുടെ പോലീസ്? 19 വയസ്സുകാരിയായ പെൺകുട്ടിയെ മകളെ പോലെ കണ്ട് അപ്പോൾ തന്നെ പോയി അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാത്തതാണ് അക്രമത്തിന് ഇടയാക്കിയത്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ വാർത്തയായപ്പോഴാണ് കേസെടുത്തതും 2 പേരെ അറസ്റ്റ് ചെയ്തതും. എന്നാൽ പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാൾ CPM പ്രവർത്തകനാണ്. വേണമെങ്കിൽ നടപടി എടുത്തോളാൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. അതിൽ വലിയ സന്തോഷം. പാർട്ടി പ്രാദേശിക നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്ന് മന്ത്രിയാണ് നിയമസഭയിൽ പറഞ്ഞത്. ഇത് വലിയ അനുവാദമാണ്. തെരുവിലാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതും അവരുടെ വസ്ത്രം വലിച്ചു കീറിയതും. പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഈ ചർച്ചയിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്ന് PD സതീശൻ പിണറായി വിജയനിട്ടുള്ള പൊതിരെ തല്ലുപോലെ പറഞ്ഞു. കൊച്ചിൻ സർവകലാശാലയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എന്ത് രസമായിട്ടാണ് മന്ത്രി പറഞ്ഞത്. കമ്മിറ്റിക്ക് പരാതി നൽകിയപ്പോൾ തന്നെ അത് പോലീസിന് കൈമാറിയെന്നുമാണ് മന്ത്രി പറഞ്ഞത്. മാർച്ച് 1 രാത്രിയിലാണ് സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. CPM അനുകൂല അധ്യാപക സംഘടന സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു പരാതി നൽകി. വിഷയം മാപ്പുപറയലോടെ തീർന്നു എന്ന് കരുതിയെങ്കിലും പിന്നീട് അത് വിഷയമായി. സംഘം അധ്യാപകനായ ബേബിയുടെ വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്തു നിന്നും ക്യാമ്പസിലെത്തി. അന്വേഷണത്തിൽ ആലുവ SFI ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കയറിയ SFI നേതാക്കൾ അടങ്ങിയ സംഘം ക്രൂരമായി ആക്രമിച്ചു. SFI യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെത്തിയ ഗുണ്ടാ സംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും ആക്രമണത്തിൽ പങ്കാളികളായി. ഇങ്ങനെയാണ് പരാതിയിൽ പറയുന്നത്. സാധാരണ SFIക്കാരെ കുറിച്ച് മോശമല്ലേ പറയുന്നത്, ഞാൻ നല്ലതാണ് പറയുന്നത്. ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് SFIക്കാർ ഇയാൾക്ക് അടി കൊടുത്തു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ആളുകൾ അതിൽ കേസെടുത്തില്ല. കാരണം ബേബി പാർട്ടിക്കാരനാണ്. കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ബേബി. കറക്റ്റ് ആളിന്റെ കയ്യിലാണ് കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കും എതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നിങ്ങളുടെ അധ്യാപക സംഘടന നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലപാട് വേണം സർ, നിലപാട്. ഇതാണ് നിലപാട്. ക്ലർക്കിന് മുകളിലുള്ള പോസ്റ്റിലെത്തിയ ബേബി ഒരു അർഹതയുമില്ലാതെ സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ടീച്ചിങ് പോസ്റ്റ് ആക്കണമെന്ന് ബേബി ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി വരുത്തി നോൺ ടീച്ചിങ് പോസ്റ്റ് ടീച്ചിങ് പോസ്റ്റ് ആക്കി മാറ്റി. എന്നിട്ട് 11 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ UGC ശമ്പളം നൽകി. അയാളാണ് ഈ പ്രതി. നിലപാട് വേണം സർ, നിലപാട്. കാലടി ശ്രീശങ്കര കോളേജിൽ 20 പെൺകുട്ടികളുടെ ഫോട്ടോയാണ് അശ്ലീല ഹാൻഡിലുകളിൽ ഇട്ടത്. പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സ്റ്റേഷനിലെത്തിയ പ്രതിയെ 15 മിനിറ്റ് പോലും ഇരുത്താതെ ജാമ്യത്തിൽ വിട്ടയച്ചു. എന്തുതരം നിലപാടാണ് സാർ? മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല സൈറ്റുകളിൽ ഇട്ടവനെയാണ് 15 മിനിറ്റ് പോലും ഇരുത്താതെ നടപടിക്രമം വേഗം പൂർത്തിയാക്കി ജാമ്യം നൽകിയത്. KK രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുണ്ടോ? രമയെ അധിക്ഷേപിച്ചിട്ട കമന്റുകൾ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ വായിക്കില്ല, വായിക്കാൻ പറ്റില്ല. 51 വെട്ടുവെട്ടി TPയെ കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ KK രമയെ നിങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ നിലപാടാണോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട്. മുൻ MLA ആയ അമ്മയുടെ പോസ്റ്റിൽ കയറിയാണ് ഈ മകൻ കമന്റ് ഇട്ടിരിക്കുന്നത്. അത് വായിക്കാൻ പറ്റില്ല. കാരണം വായിക്കാൻ പറ്റാത്തതുകൊണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് പെൺകുട്ടിയെ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പരാതി നൽകിയപ്പോൾ ആ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഒരു ജീവനക്കാരി മൊഴി നൽകി. അതിന്റെ പേരിൽ ആ ജീവനക്കാരിയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ ആളാണ് ഈ ആരോഗ്യമന്ത്രി. കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഈ ജീവനക്കാരിയെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിയമിച്ചത്. കോടതി ഉത്തരവുമായി വന്ന ജീവനക്കാരിയെ 7 ദിവസം മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണിത്.
12 ക്രിമിനൽ കേസിലും കാപ്പ കേസിലും പ്രതിയായ ക്രിമിനലിനെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നത്. AISFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിക്കുകയും കേട്ടാൽ അറയ്ക്കുന്ന തെറി പറയുകയും ചെയ്ത ആളെ നിങ്ങൾ എന്ത് പ്രമോഷൻ നൽകിയാണ് SFI സെക്രട്ടറി ആക്കിയത്? സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം. പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ നിങ്ങൾ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ്. അവരെ സംരക്ഷിക്കരുത്. വണ്ടിപ്പെരിയാറിലും അതല്ലേ സംഭവിച്ചത്? 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ DYFI-കാരനെ പോലീസ് സംരക്ഷിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത നീക്കത്തിൽ പ്രതിഷേധിച്ച് വാക്കൌട്ട് ചെയ്യുന്നു. ഇതായിരുന്നു VD സതീശന്റെ പ്രസംഗം. ഇതിലും വലിയ അടിയൊന്നും ഭരണപക്ഷത്തിന് കിട്ടാനില്ല. പിണറായിക്കും വീണ ജോർജിനും നല്ല ഒന്നാന്തരം അടിയാണ്, പുറം പൊളിയുന്ന അടിയാണ് VD സതീശനിൽ നിന്ന് കിട്ടിയത്.